അയ്യോ, നമ്മുടെ ചൂണ്ട പൊട്ടി. ചൂണ്ട പൊട്ടിന്ന് വെച്ചാൽ ഹുക്ക് ഊരിപ്പോയത്. അതെ, മീൻ വലിയ മീനായിരുന്നു അത്യാവശ്യം. ഇത് ചെറിയ മീനെ പിടിക്കുന്നതല്ലേ, പിന്നെ ഈ സാധനം കടിക്കുന്നേ. അതെയോ? ചെള്ള് മീൻ ഇട്ട് കൊടുത്തിരിക്കും. ഏവൂസിന്റെ ഇതിനകത്തിരിപ്പുണ്ട്. രണ്ട് മീൻ കിട്ടിയല്ലേ? മണ്ണീര ഇട്ടാണ് പിടിക്കുന്നത്. ഇതാണ് മണ്ണീര. നല്ല കിടു പ്ലേസ് ആണ്. ബ്രിഡ്ജിനടിയിലാണ് നമ്മൾ ചൂണ്ടയിടാൻ വന്നത്. ചൂണ്ട പൊട്ടിപ്പോയി. അപ്പോൾ ചൂണ്ടയൊക്കെ കെട്ടിയിട്ട് നമ്മൾ വീണ്ടും ഇട്ടിട്ടുണ്ട്. ഇത് കുഞ്ഞതാ, പക്ഷെ ഞാന് ഇത് നമ്മുടെ നാട്ടിലെ കാണുമ്പോ പോലെ ഇരിക്കുന്ന ചെറിയ മീന എടുക്കുന്നുണ്ടോ? ഇതിനെ എന്തായാലും എടുത്ത്. അതെ, 3 എണ്ണമായി. വീടുന്ന എന്തിനാ ചെറുതായിട്ട് വറക്കാൻ. അതെ, ഫ്രഷ് മീൻ. അതെ അതെ, ഇതൊരു ദ്വീപാണ് നമ്മൾ താമസിക്കുന്നത്. ഇതിന് ചുറ്റും വെള്ളമാണ്. പണ്ടിതിങ്ങനെ പുഴ പോലെ കിടന്നേ, മനസ്സിലായില്ലേ? ഇതേപോലത്തെ പുഴയാണ്. ഇപ്പം ബ്രിഡ്ജൊക്കെ പണിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇത് കനാല് മോഡലാക്കി ഒരു ഭംഗി ചെയ്താണ്. ഏവൂസാണോ മീൻ പിടിക്കുന്നേ? ആണോ അജാജി? ഏവൂസ് എത്ര മീൻ പിടിച്ചു? ഹെൽപ്പ് ചെയ്യാൻ വന്നയാ. മീൻ എവിടെ ഉണ്ടെന്ന് ഏവൂസ് പറയും. അതെ, എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇടും അല്ലേ? വീണ്ടും ഇടാൻ പോവാണ്. ആകെ 3 മീനാണ് നമുക്ക് കിട്ടിയത്. ഇന്ന് വളരെ കുറവാണ്, വെള്ളം കുറവാണ്. വെള്ളം കുറവാണ്. കനാലിതാ ഇവിടെ കണ്ടില്ലേ, അതാണ് ഇതുണ്ടോ കിട്ടാൻ ബുദ്ധിമുട്ട്. അച്ഛ അച്ഛ എന്താണോ അടുത്ത മീൻ കിട്ടി. അത്യാവശ്യം വലിപ്പമുണ്ടല്ലേ? എന്താ അടുത്തു വലിച്ചോ വലിച്ചോ. അയ്യോ, ചൂണ്ടേന്ന് പറിച്ചോണ്ട് പോയതല്ലേ? ചെറിയ മീനാ, തീരെ കുഞ്ഞതാ. പക്ഷെ നമ്മൾ വിടുന്നില്ല, നമ്മളതിനെ വറക്കാൻ നല്ല രീതിയിൽ വറക്കാൻ. നമ്മുടെ നാട്ടിലെ ഈ പരല് പോലെ. അതെ, ചെറുതാണെങ്കിൽ ചൂണ്ട മൊത്തം അതിൻ്റെ വാങ്ങി തന്നെ. ഏവമോള് ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പം എന്താ പറഞ്ഞു, വീണ്ടും കുത്തി. അല്ലെ പെട്ടെന്ന് തന്നെ കുത്തി. വലുതാട്ടോ അത്. അടിപൊളി. പ്ലെയർ വെച്ച് വരും, കളയരുത്. ഇത്ര വലിപ്പം. അതെ, പൊത്തെന്ന് പറഞ്ഞാൽ അറിയാനൊക്കെ പറ്റില്ല, ഇത്ര ഓളം സ്ഥിതിക്ക്.
ഞാൻ ആ തീറ്റ ഏതാ ഇച്ചിരി വലിപ്പം ഉണ്ടല്ലേ. നമ്മുടെ നാട്ടിലെ പരല് പോലത്തെ മീൻ പിടിച്ചോണ്ടിരിക്കുക. ശാരിയാ പിടിക്കുന്നത്. കുഞ്ഞു മീനുണ്ട് ഒത്തിരി, അത് വന്നിട്ട് കൊത്തിയിട്ട് പോകും. കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ വേണ്ട കുഞ്ഞോടെ ഇരുന്ന് ഉറങ്ങാം. അളി ബ്രിഡ്ജിൻ്റെ അടിയിലായിരിക്കണം. ഇവിടെ ബ്രിഡ്ജ് കണ്ടോ? നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല ചെറിയ കാറ്റ്. മോളില് പാലത്തിലൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ചെറിയൊരു, അത് ഇടയ്ക്കൊക്കെ മാത്രമേ ഉള്ളൂ അല്ലേ. ഇത് ചെറുതായിട്ട് കൊത്തുന്നുണ്ട് മീൻ. ഓ ഇട്ട് നോക്കിനി. തീറ്റയെല്ലാം കൊത്തിക്കൊണ്ട് പോവാണ്. ചെറിയ മീനാ. അവിടെ നിന്ന് ബോട്ട് വരുന്നു. അവിടെ ഇത് കനാലായുണ്ടോ? അവിടെ ചെറിയൊരു കൊത്തുണ്ട്. പക്ഷെ അത് ചെറിയ മീനാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ ഒരു മീൻ പിടുത്തക്കാരൻ പോകുന്നത്. അതായത് ചൂണ്ടയൊക്കെ ഉണ്ട്. ചൂണ്ടയും ബക്കറ്റും ഒക്കെ ഉണ്ട്. വീടുകളൊക്കെ ഉണ്ട് ഇവിടുത്തെ. എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ. അയ്യോ ശരി, ഇട് കിട്ടും. അത് കൊണ്ടുപോയില്ലായിരുന്നു മോനെ. ഇച്ചിരി കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പിടി ഒരു മിനിറ്റ്, ഞാനാണ് സൂം വെച്ച്. ശാരിക്ക് മീൻ കിട്ടി. ഇങ്ങോട്ട് മാറ്റി വെക്ക. കണ്ടോ? അത് കുരുങ്ങിയത്. ചൂണ്ട കുരുങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇത്രയും മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. കൂടുതലും വിനോദാണ് പിടിച്ചതല്ലേ ഇന്ന്. ഞങ്ങളിപ്പം പോവാ. നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അതെ, അപ്പം എന്തായാലും നമുക്ക് നിർത്തിയിട്ട് പോവാം അല്ലേ. അതെ, ഒരു മീനൂടെ കൊത്തുന്നുണ്ട്. നോക്കട്ടെ, കിട്ടുമോ നോക്കാം. ഇല്ല, തൽക്കാലം നമുക്ക് വറുക്കാൻ. എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? വറുക്കുമോ അതോ? നല്ല വെയിലുണ്ടല്ലേ. അപ്പം നമുക്ക് മീനെല്ലാം കിട്ടി. നമ്മൾ തിരിച്ചു പോവുകയാണ്. ബക്കറ്റിലുണ്ട്. നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിടിച്ചത് വറുത്ത് കഴിച്ചു. അപ്പോൾ ഇപ്രാവശ്യം വറുക്കും. കുഞ്ഞൂസ് നല്ല ഉറക്കും. അതെ ഉണ്ടോ? അവിടെ ഒരു സോക്സ് എവിടെയോ പോയി, എവിടെയാണെന്നറിയില്ല. ഇനി നമുക്ക് വേറെ വാങ്ങിക്കാം. അവൾ ഇവിടെ കളഞ്ഞാന്നറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും കിട്ടിയില്ല. ബക്കറ്റിൽ നിന്ന് മീനുകളുമായി പോകുന്ന വിനോദ്. ഇതാണ് നമ്മൾ പോകുന്ന വഴി, തിരിച്ചു പോകുന്ന വഴി. ഈ സൈഡിൽ ഇങ്ങനെ കാടാണ് കണ്ടോ. ന്യൂസ് നല്ല ഉറക്കമാണ്. ഒറ്റ സോക്സ് ഇട്ടുകൊണ്ട് പോകുന്നു. ഫാഷനായിട്ട് കരുതിയാൽ മതി. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അതെ, അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.